Let's make this. So for that we need ഇങ്ങനത്തെ 3 കാർഡ്ബോർഡ് പീസസ്. ഇത് നമ്മുടെ ഫുഡ് മേടിക്കുമ്പോൾ കിട്ടുന്ന പാത്രത്തിന്റെ ക്യാപ്പാണ്. ഫോർ ദ ബേസ് ആദ്യം നമുക്ക് ഈ ബേസ് ഒന്ന് ഫുള്ളി ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ ബേസ് ആയിരിക്കും, ഇതിന്റെ മുകളിലാണ് ഇത് വെക്കാൻ പോകുന്നത്. ഇത് ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് താഴെ കാണില്ല. നമ്മൾ റെഫറൻസിൽ കണ്ട എക്സാക്ട് കളേഴ്സ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മളുള്ള കളറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ ചെയ്താൽ മതി. This one I made it yesterday night. Look how cute it is. പിന്നെ വേറൊരു സാധനം കൂടെ കാണിക്കാവേ. ചടാ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഫിനിഷ് ചെയ്തിട്ടില്ല. ഇതെനിക്ക് ഈ വേസിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഫുൾ ഫില്ല് ചെയ്യണം. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ പ്രോജക്റ്റ് അതല്ല. ടുഡേ നമ്മൾ ജെല്ലി ഫിഷ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ. നമ്മുടെ ബേസ് റെഡിയാണ്. ബേസ് ഇസ് ഡൺ. ബാക്കിൽ നമ്മൾ കവർ ചെയ്യണ്ട, നമ്മളിങ്ങനെ വെക്കുന്നതല്ലേ. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം വിട്ടുപോയി. നമുക്ക് ഈ ലാമ്പ് ഹോൾഡ് ചെയ്തിരിക്കുന്ന സംഭവം നമ്മുടെ ബേസായിട്ട് അറ്റാച്ച് ചെയ്യണ്ടേ, അത് വിട്ടുപോയി. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു സംഭവമാണ്. ഇതിന്റെ പേരെന്താണ്? ഇതിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല. എനിവേ ഐ ആം ഗോണ യൂസ് ദിസ്. ഇതിങ്ങനെ അതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഞാനതിങ്ങനെ ബെൻഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അറ്റാച്ച് ചെയ്യണം. സോ നമുക്ക് ആദ്യം ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടിക്കെട്ടാം. ഇങ്ങനെ വെക്കാനാണ് എൻ്റെ ഉദ്ദേശം. ഒന്നുകൂടെ നോക്കട്ടെ. വലിയ ആവേശത്തിനൊക്കെ തുടങ്ങിയതാണ്, അത് എവിടെ എത്തും ദൈവത്തിന് അറിയാട്ടോ. എന്തായാലും നമ്മൾ ഫിനിഷ് ചെയ്യും. ഇതിൻ്റെ ഇവിടെയാണ് ഒരു ബെൻഡ് വേണ്ടത്. ഏകദേശം ഒരു രൂപം പോലൊക്കെ ആയിട്ടുണ്ട്. ഹോൾഡർ ഏകദേശം സ്റ്റെബിലിറ്റിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുൾ ഇതിൽ ചുറ്റിയെടുക്കാം. ദിസ് ഈസ് അവർ ജെല്ലി ഫിഷ്. ഇതൊരു ബോട്ടിലിന്റെ ടോപ്പ് പോർഷൻ ആണ് ഞാൻ കട്ട് ചെയ്തെടുക്കുക. ഫോർ ദിസ് വി കാൻ യൂസ് ദിസ് ബ്ലൂ. ഇത് ഫുൾ നമുക്കൊന്ന് ചുറ്റിയെടുക്കാം. ഏകദേശം പകുതി ആയിട്ടുണ്ട്. ഇത് ആദ്യം ഞാൻ ചെയ്തത് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വെക്കുന്നു. അതിന് പകരം ജസ്റ്റ് ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ട് രണ്ട് സൈഡും ഇങ്ങനെ ഒരേ സമയം മടക്കി കൊടുത്താൽ ഭയങ്കര സാറ്റിസ്ഫൈങ് ആണുണ്ട്. ഇറ്റ്സ് ലുക്സ് സോ ക്യൂട്ട്. ഇനി ഇതിപ്പോൾ വർക്ക് ആയില്ലെങ്കിലും ഒരു ട്രയൽ ആൻഡ് എറർ ആണല്ലോ. ഇത് നമ്മൾ ഹാങ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു സെറ്റപ്പ് റെഡി ആക്കിയിട്ടുണ്ട്. ഒന്നുമില്ല, ഇവിടെ നിന്നും കൂടെ കണക്ട് ചെയ്തിട്ട് നേരെ ഇവിടെ പോണ്. ഇവിടെ നിക്ക് കൊച്ചേ. നീണ്ട നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഞാൻ ഇതിനെ പറിച്ചെടുത്തു. ബിക്കോസ് ഇത് ഇരിക്കുന്നില്ല. അത് വെയിറ്റ് ആണോ എന്താണോന്ന് അറിയില്ല, അല്ലെങ്കിൽ കട്ടിയില്ലാത്തതിന്റെ ആണെന്ന് തോന്നുന്നു. ഞാൻ 2 സ്റ്റിക്കല്ലേ എടുത്തോളൂ. പകരം ഞാൻ കുറച്ചധികം സ്റ്റിക്ക് വെച്ച് ഇതൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. 2ൽ നിന്ന് ഞാൻ 6 ആക്കിയിരിക്കുന്നു. ഇനി ഒന്ന് പോണ കാണണമല്ലോ. ഒരു ടേക്ക് ടൈം ചെയ്തിട്ട് വരാം. യെസ്, ഫൈനലി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിരുന്നതിന്റെ ഒരു പോരായ്മ മനസ്സിലാക്കി നമ്മൾ കുറച്ചും കൂടെ സ്റ്റെബിലിറ്റി ഉള്ള ഒരു 3-4 എണ്ണം വെച്ചപ്പോഴത്തേക്കും പ്രോബ്ലം സോൾവ്. ഇനി നമുക്കിതിനെ ഇതുപോലെ ചുറ്റിയിട്ടാൽ ഇത് മൊത്തം അപകടമാണല്ലോ. മൊത്തം ഒന്ന് ചുറ്റിയെടുത്താൽ മാത്രം മതി. I'm going to attach these flowers. നമ്മളൊരു കുട്ടി സ്നെയിലിനെ ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലാമ്പിൽ നമ്മൾ ലാമ്പ് ഫിറ്റ് ചെയ്യുക. ഇതിന് ബാക്കിൽ നമുക്ക് ഗ്ലൂ ചെയ്യാം. ആരും കാണൂല, അത് വേറെ കാര്യം. അങ്ങനെ നമ്മൾ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇനി ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇത് കാണിച്ചു തരാം. നമുക്ക് ഓൺ ചെയ്ത് നോക്കിയാലോ.
നൈസ്, കൊള്ളാട്ടോ.